ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. ഇന്ന് നമ്മൾ വാട്ടർ മെട്രോയിലോട്ടാണ് പോകുന്നത്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വാട്ടർ മെട്രോ. ഇപ്പോൾ ഇത് 6 മാസം പൂർത്തിയായിട്ടുണ്ട്. 10 ലക്ഷം ആൾക്കാരാണ് നമ്മുടെ വാട്ടർ മെട്രോയിൽ കയറിയിരിക്കുന്നത്. അപ്പോൾ അതൊരു വലിയൊരു വിജയമാണ്. അപ്പോൾ ഞങ്ങൾ ഇതുവരെ കയറിയില്ല, ഫസ്റ്റ് ടൈമാണ് കയറാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ വാട്ടർ മെട്രോയിൽ കയറാൻ പോകും. അപ്പം നിങ്ങളും ഞങ്ങളുടെ കൂടെ പോവാം. അപ്പോൾ ഞങ്ങൾ ഇവിടെ മറൈൻ ഡ്രൈവിലെത്തി. അപ്പോൾ ഞങ്ങൾ കാറെല്ലാം പാർക്ക് ചെയ്തു. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ഇവിടെ നടന്നു വേണം നമ്മൾ നമ്മുടെ വാട്ടർ മെട്രോയിലോട്ട് കയറാൻ കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ വാട്ടർ മെട്രോ എന്ന് പറയുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഞങ്ങളിപ്പോൾ ഇവിടെ ഹൈക്കോർട്ട് വാട്ടർ മെട്രോയിലാണ് കേട്ടോ വന്നേക്കുന്നത്. നമ്മളിവിടെ വാട്ടർ മെട്രോയുടെ എൻട്രൻസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു സെക്യൂരിറ്റി ചെക്ക് പോലെ കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ ലെഫ്റ്റിലായിട്ടാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് വേണം നമ്മൾ ടിക്കറ്റ് എടുക്കാൻ കേട്ടോ. അച്ഛനും ഇവിടെ ഞങ്ങൾക്ക് 4 പേർക്കും കൂടെ ഉള്ള ടിക്കറ്റ് എടുത്തോണ്ടിരിക്കുകയാണ്. ഞാനും അമ്മയും അച്ഛനും അമ്മുവും ഉണ്ട് കേട്ടോ. അതായത് എൻ്റെ അമ്മൂമ്മയുണ്ട് കേട്ടോ നമ്മുടെ കൂടെ. അപ്പോൾ നമുക്കിങ്ങനെ ഒരു കാർഡായിട്ടാണ് കേട്ടോ ടിക്കറ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരു കാർഡായിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അവരുടെ കൊടുത്ത് അവർ നമുക്കത് ടാപ്പ് ചെയ്ത് ഓരോരുത്തരെ കയറ്റി വിടും. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ കാർഡ് സൂക്ഷിച്ചു വെക്കണം. സാധാരണ നമ്മൾ മെട്രോയിൽ പോകുന്ന പോലെ അതിൻ്റെ ബില്ല് നമ്മൾ ആ ഒരു ടിക്കറ്റ് സൂക്ഷിച്ചു വെക്കത്തില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ കാർഡ് നമ്മൾ സൂക്ഷിച്ചു വെക്കണം. എന്നാലും തിരിച്ചു വരുമ്പോൾ നമുക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ ബോൾഗാട്ടിലോട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ വാട്ടർ മെട്രോയിൽ ഒന്ന് കയറാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ സൈഡിലോട്ടുള്ള ടെർമിനലിൽ വേണം വന്ന് നിൽക്കാൻ. അപ്പോൾ അവിടെയാണ് നമ്മുടെ വാട്ടർ മെട്രോ വരുന്നത് കേട്ടോ. അതായത് പോൺറ്റൂൺ 5-ലാണ് ബോൾഗാട്ടിയിലേക്കുള്ള വാട്ടർ മെട്രോ വരുന്നത്. എന്ത് ഭംഗിയല്ലേ ഈ കായലൊക്കെ കണ്ടിരിക്കാൻ അല്ലേ, നല്ല രസമാണ്. നമുക്കിവിടെ സൈഡിലായിട്ട് 2 വാട്ടർ മെട്രോ ഉള്ളത് നമുക്ക് കാണാം കേട്ടോ. അപ്പം അത് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ വർക്കിംഗ് അല്ലെന്ന് തോന്നുന്നു. എനിക്കറിയത്തില്ല കേട്ടോ അതിനെക്കുറിച്ച്. സോ വെൽക്കം ടു കൊച്ചി വാട്ടർ മെട്രോ. ഇതാണ് ഹൈക്കോർട്ട് വാട്ടർ മെട്രോ സ്റ്റേഷൻ. അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട്. നല്ല നീറ്റ് ആൻഡ് മെയിൻറ്റെയിൻഡ് ആണ് കേട്ടോ. നല്ല ക്ലീൻ ആയിരുന്നു. ഇതുപോലെ എല്ലാം നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വൈപ്പിനിലോട്ട് പോകുന്നതാണ് അപ്പുറത്തെ സൈഡിലോട്ട് കാണുന്നത്. ആ ടെർമിനൽ വൈപ്പിനിലേക്ക് പോകുന്നതാണ്. നമ്മുടെ ഈ ടെർമിനൽ എന്ന് പറയുന്നത് ബോൾഗാട്ടിയിലേക്ക് പോകുന്നതാണ്. ഇത് ആസ് യൂഷ്വൽ ഞാനും അച്ഛനും കൂടെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുവഴി നമുക്കിങ്ങനെ കുറേ ബോട്ടൊക്കെ വരുന്ന കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം ഇവിടെ മറൈൻ ഡ്രൈവിലോട്ട് വന്നപ്പോഴത്തേക്കും കുറേ പേരൊക്കെ നമ്മൾ ക്യാൻവാസ് ചെയ്യാൻ വന്നു. അതായത് ഇവിടെ ബോട്ട് റൈഡ് ഉണ്ട്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കറങ്ങാനാണെങ്കിൽ നമ്മൾ വാട്ടർ മെട്രോ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അതാണെങ്കിൽ അഫോർഡബിൾ ആണ്. എനിക്ക് തോന്നുന്നു പെർ ടിക്കറ്റ് 20 റുപ്പീസ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ വാട്ടർ മെട്രോ എത്തി. പിന്നെ നമുക്ക് അതിൽ കയറാം. നമ്മുടെ സാധാരണ മെട്രോ പോലെ ഇങ്ങനെ പല പല ഡോർസ് ആയിട്ട് അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഒരു ഡോറേ ഉള്ളൂ. അപ്പം നമ്മളിങ്ങനെ ക്യൂ ഒക്കെ നിന്ന് ഡിസിപ്ലിൻഡ് ആയിട്ട് വേണം കയറാൻ. അപ്പം നമ്മൾ പോൺറ്റൂൺ 5-ലാണ് നമ്മുടെ മെട്രോ വന്നേക്കുന്നത്, വാട്ടർ മെട്രോ വന്നേക്കുന്നത്. അപ്പം നമുക്കിനി അതിൽ കയറാം. മെട്രോയിൽ കയറുമ്പോൾ തന്നെ നമുക്കിങ്ങനെ ഒരു വാക്ക് വേ കാണാം കേട്ടോ. നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. മെട്രോ കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ആ കളർ കോമ്പിനേഷനൊക്കെ കൊള്ളാം അല്ലേ. സോ നമ്മൾ വാട്ടർ മെട്രോയിലോട്ട് കയറിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സൈഡിൽ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ സീറ്റിംഗ് ഏരിയ കാണാം. അപ്പുറത്തെ സൈഡിൽ നോക്കുമ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു നിൽക്കാനൊരു സ്പേസ് ഉണ്ട്. പക്ഷെ അവിടെ നിൽക്കാൻ പാടില്ല. നമ്മൾ ഇവിടെ തന്നെ ഇരിക്കണം, ഈ സീറ്റിംഗ് ഏരിയയിൽ തന്നെ ഇരിക്കണം. ഞാൻ ആദ്യം തന്നെ പോയി നമ്മൾ സൈഡ് സീറ്റ് ഉറപ്പിച്ചു. കാരണം സൈഡ് സീറ്റിൽ ഇരുന്നാലേ നമുക്ക് കറക്റ്റ് വ്യൂ കിട്ടത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ സൈഡ് സീറ്റിലൊക്കെ ഇരുന്നു. നല്ല കളർ കോമ്പിനേഷൻ, നല്ല നീറ്റ് ആൻഡ് മെയിൻറ്റെയിൻഡ് ആണ്. അതുപോലെ തന്നെ നല്ല സ്പേസും ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ആൾക്കാരെ ഇതിനകത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഇരിക്കാനും കുറച്ച് സീറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ നിൽക്കാനും ഹാൻഡിൽസ് ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വാട്ടർ മെട്രോ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കായലിൻ്റെ കാഴ്ചകളൊക്കെ കാണാം.
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കുറേ ബോട്ട് ഉണ്ട്. അപ്പം അതിൽ ബോട്ട് റൈഡൊക്കെ നമുക്ക് എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് ആൾക്കാരൊക്കെ വന്ന് നമ്മൾ ക്യാൻവാസ് ചെയ്യും. അതൊക്കെ തെറ്റ് പറയാൻ പറ്റില്ല, കാരണം അത് അവരുടെ ജോലിയാണ് അല്ലേ. അപ്പം നമ്മൾ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് അതിൽ പോകണമെങ്കിൽ അതിൽ പോകാം. അതിൽ പോകുമ്പോൾ നമ്മൾ 1 മണിക്കൂറാണെന്ന് തോന്നുന്നത് അത് റൗണ്ട് എടുക്കുന്നത്. ഇതാണെങ്കിൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ് ഇത്, ഈ വാട്ടർ മെട്രോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഈ കേരളത്തിലൊരു വാട്ടർ മെട്രോ വന്നിട്ട് അത് കയറിയില്ല എന്ന് പറയുന്നത് മോശമല്ലേ. അപ്പം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ വാട്ടർ മെട്രോ കയറുന്നത്. നല്ലോണം ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കയറാൻ നല്ല ഹാപ്പിയായി. നല്ല രസമുണ്ട് പോകാനായിട്ട്. നല്ല എയർ കണ്ടീഷൻഡ് ആണ്, നല്ല രസമുണ്ട്, നല്ല സ്മൂത്തായിട്ട് നമുക്ക് പോവാം. നല്ല ഭംഗിയുണ്ട്, കാഴ്ചകളൊക്കെ കണ്ടുപോകാൻ നല്ല രസമുണ്ട്. അപ്പോൾ എല്ലാവരും വന്നൊന്ന് കയറി നോക്കണം കേട്ടോ. കയറാത്തവർക്കായി എല്ലാവരും വന്നൊന്ന് കയറി നോക്കണേ. അതുപോലെ തന്നെ കുറേ ഹൗസ് ബോട്ട്സ് നമുക്ക് കാണാം കേട്ടോ. ആ കാണുന്നത് ഗ്രാൻഡ് ഹയാത്ത് ആണ് കേട്ടോ. നമ്മുടെ ബോൾഗാട്ടിയിലുള്ള ഗ്രാൻഡ് ഹയാത്ത് ആണ് കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ബോൾഗാട്ടി വാട്ടർ മെട്രോ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി അവിടെ ഇറങ്ങാം. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് തിരിച്ച് ഇപ്പുറത്തെ സ്ഥലത്ത് വരണം. നമ്മുടെ ഹൈക്കോർട്ട് വാട്ടർ മെട്രോയിലോട്ട് തിരിച്ചു വരണം. ഇവിടെയും നമുക്കൊരു വാക്ക് വേ ഒക്കെ കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഭയങ്കര ഹാപ്പിയായി, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വാട്ടർ മെട്രോയിൽ നിന്ന് ഇറങ്ങാണ്. നമ്മളിവിടെ പുറത്തുനിന്ന് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ലെഫ്റ്റ് സൈഡിലൊക്കെ ആയിട്ട് ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് നന്നായിട്ട് കായലിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. പക്ഷെ അവിടെ നിൽക്കാൻ പാടില്ല. അവിടുത്തെ ആൾക്കാരൊന്നും നമ്മളോട് പറയാം അവിടെ നിൽക്കരുത് എന്ന് പറയും. അപ്പോൾ ഇത് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ഇവിടെ മാത്രമേ ഇരിക്കാവൂ. സീറ്റിംഗ് അറേഞ്ച്മെന്റ് തന്നേക്കുന്ന ആ സ്പേസിൽ മാത്രമേ ഇരിക്കാവൂ. വേറെ സ്ഥലത്തൊന്നും പോയി നിൽക്കരുത്. ഇത് ജസ്റ്റ് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബോൾഗാട്ടിയിലെ വാട്ടർ മെട്രോ സ്റ്റേഷനിലോട്ട് കയറിയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഈ സൈഡിൽ കൂടെ ഇറങ്ങിയിട്ട് വേണം തിരിച്ച് ഈ സ്റ്റേഷനിലോട്ട് വീണ്ടും കയറണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് വാട്ടർ മെട്രോയിൽ കയറാനായിട്ടാണ് വന്നത്. അതുകൊണ്ട് ഇനി തിരിച്ച് ഞങ്ങൾ കയറി നമുക്കിനി ഒന്നും കൂടെ ടിക്കറ്റ് എടുത്തിട്ട് വേണം തിരിച്ചു പോകാൻ. അപ്പോൾ ഇവിടെയും കയറുമ്പോൾ നമ്മളൊരു സെക്യൂരിറ്റി ചെക്കിൻ ഉണ്ട്. അത് കഴിയുമ്പോൾ നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അപ്പോൾ അച്ഛൻ അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ നമുക്ക് കാർഡാണ് കിട്ടിയത്. അപ്പോൾ ഇവർ നമുക്കത് ടാപ്പ് ചെയ്ത് തരും. അപ്പോൾ ഓരോരുത്തരായിട്ട് കയറുക. അത് കഴിയുമ്പോൾ നമുക്ക് ആ കാർഡ് തിരിച്ചു തരും കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് അതേ ബോട്ടിൽ തന്നെ തിരിച്ച് കയറുകയാണ്. അപ്പോൾ ഇവിടെ സ്ലൈഡിങ് ഡോറാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ സൈഡ് സീറ്റ് കിട്ടിയില്ല അൺഫോർച്ചുനേറ്റ്ലി. അങ്ങനെ ഞങ്ങളിപ്പം കയറി നമ്മളിപ്പം ഈ സൈഡിലാണ് ഇരിക്കുന്നത്. എന്തായാലും അങ്ങോട്ട് പോകുമ്പോഴെങ്കിലും നമുക്ക് സൈഡ് സീറ്റ് കിട്ടിയല്ലോ, അത് ഭാഗ്യം അല്ലേ. അപ്പം ഞങ്ങളിങ്ങനെ തിരിച്ചിനി ഹൈക്കോർട്ട് വാട്ടർ മെട്രോ സ്റ്റേഷനിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഇവിടുന്ന് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. നേരത്തെ കയറിയതിനെക്കാട്ടിലും ഇവിടെ വന്നപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ വാട്ടർ മെട്രോ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഇനി നമ്മൾ ബോൾഗാട്ടിയിലാണ് കേട്ടോ ചെന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഇത് കാണുന്നത് ഹയാത്താണ്. അപ്പോൾ വേറൊരു വാട്ടർ മെട്രോ വന്നു. അപ്പോൾ അതിൻ്റെ വ്യൂ നമുക്ക് ഇവിടെ ഇരുന്ന് കാണാൻ പറ്റി കേട്ടോ. നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാൻ. അങ്ങനെ നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ ഹൈക്കോർട്ട് സ്റ്റേഷനിലെത്തി, വാട്ടർ മെട്രോ സ്റ്റേഷനിലെത്തി. ഭയങ്കര അടുത്താണ് കേട്ടോ. അതായത് ജസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 5 മിനിറ്റ്സ് പോലും എടുത്തില്ല അങ്ങോട്ട് പോകാനായിട്ട്. ആ സൈഡിൽ വേറൊരു മെട്രോ വന്നിട്ട് അവിടെ നിന്ന് കുറേ ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. അപ്പം നമുക്ക് ഇറങ്ങാം കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഹാപ്പിയായി. അപ്പോൾ ഇതൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എല്ലാവരും വന്ന് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ആ മെട്രോ കിടക്കുന്ന കാണാൻ തന്നെ എന്താ ഭംഗിയല്ലേ. നല്ല സ്റ്റൈലായിട്ടുണ്ട് അല്ലേ.
സോ വാട്ടർ മെട്രോയുടെ ഫസ്റ്റ് യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പുറത്തോട്ട് ഇറങ്ങുകയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതായത് ഇത് നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു വാട്ടർ മെട്രോ വന്നിട്ട് നമ്മളത് കയറിയില്ല എന്ന് പറയുന്നത് മോശമല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അത് ഞങ്ങൾക്ക് വലിയൊരു ഹെൽപ്പാവും. അപ്പം എല്ലാവരും കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ, ടേക്ക് കെയർ.